ദൈവം കത്തിച്ചൊരു തീയുണ്ട്. ഒരു വിശ്വാസത്തിന്റെ ആരാധനയുടെ ഒരു പട്ടണത്തെ പിടിക്കാൻ, ഒരു പട്ടണത്തില്ല പല പട്ടണങ്ങളെ പിടിക്കാനുള്ള ഒരു അഭിഷേകത്തിന്റെ തീ ദൈവം കത്തിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളിൽ കത്തിയ ആ ഒരു വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ ആരാധനയുടെ തീയെ അണച്ചു കളഞ്ഞ ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതെ, ഈ അഭിഷേകത്തിന്റെ തീക്കകത്തൂടെ തന്നെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക അഴിയാതെ കിടക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീടിന്റെ അകത്ത്, ഭവനത്തിന്റെ അകത്ത് ഉണ്ടാകേണ്ട ചില വിടുതലുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വെളിപ്പാട് തന്നപ്പോൾ ആ വെളിപ്പാടുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കൂടെയുള്ളവരെ പോലും, ഭവനത്തിലുള്ളവരെ പോലും തിരിച്ച്, കഴിയുമെങ്കിൽ ദൈവദാസന്മാരെ പോലും തിരിച്ച് നിങ്ങളെ നിരാശപ്പെടുത്തി നിങ്ങളിൽ കത്തിയ ആ തീയെ അണച്ചു കളയുന്ന ആ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്നു, നിങ്ങളിൽ കത്തിച്ച അതേ തീ ദൈവം റിപ്പീറ്റ് ചെയ്യാൻ പോകാം. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു, അതേ തീ കർത്താവ് റിപ്പീറ്റ് ചെയ്യാൻ പോകാം. അതെ, ആ തീ മടക്കി തന്നിട്ട്, ആ ഒരു അഭിഷേകത്തിന്റെ ആ ഒരു ഫയർ അനോയിന്റിങ് മടക്കി തന്നിട്ട് നിങ്ങളെ അസാധാരണമായ നിലകളിൽ ദൈവം ഉപയോഗിക്കാൻ പോവുക. പിശാച് നഷ്ടപ്പെടുത്തിയ, പിശാചവന്റെ തന്ത്രം ഉപയോഗിച്ച് ചില വ്യക്തികളെ നിങ്ങൾക്കെതിരെ സംസാരിപ്പിച്ച്, നിങ്ങൾക്കെതിരെ ഉപയോഗിച്ച് നിങ്ങൾ കത്തിയ അതേ പിശാച് അണച്ചു കളഞ്ഞ അതേ തീ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, വീണ്ടും നിങ്ങളെ റിപ്പീറ്റ് ആയിട്ട് അത് കത്തിക്കാൻ പോവുക. അതെ, നിരാശപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ ആ ഒരു അഭിഷേകത്തിന് തീ വീണ്ടും കത്തും. ആ തീക്കകത്ത് വിടുതലുണ്ട്. ആ തീ നിങ്ങളുടെ ചരിത്രത്തെ മാറ്റും. നഷ്ടമായി എന്ന് തോന്നുന്ന ആ അഭിഷേകത്തിന് തീ മടങ്ങി വരാൻ പോവുക. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ഈ ഇസ്രായേലിനെതിരെ പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ദൈവത്തിന്റെ തീ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ യാഗപീഠത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ തീ ഇറക്കിയ അന്നു മുതൽ ഏലിയാവിനെതിരെ ഇസ്രായേലിന്റെ വാക്കുകൾ എഴുന്നേക്കാൻ തുടങ്ങി. ഒരു ഇസ്രായേലിയ വ്യാപാരം എപ്പോഴും തീയുടെ അഭിഷേകമുള്ളവർക്കെതിരെ ഉണ്ട്. ആ തീ അണച്ചു കളയാൻ ആ വാക്കുകൾ അല്പസമയത്തേക്ക് അണഞ്ഞു പോയെങ്കിലും ദൈവാത്മാവ് ചിലരെ നോക്കി പറയുന്നു, നിങ്ങളിൽ ദൈവം കത്തിച്ച വിശ്വാസത്തിന്റെ ആരാധനയുടെയും അഭിഷേകത്തിന്റെ ഒക്കെ തീ എവിടെയോ മങ്ങിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം, നിങ്ങൾക്ക് വേണ്ടി ഒരു ഏഞ്ചൽ ഇറങ്ങും, നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരും. 2, തീയിൽ ചുട്ടെടുത്ത ചില അടകൾ ചിലത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ദൈവം തരും. 3, ആ ശക്തി കൊണ്ട് നിങ്ങൾക്കൊരു യാത്രയുണ്ട്. 4, ആ യാത്രക്കകത്ത് പകരപ്പെടുന്ന ഒരു തീയുടെ പകർച്ചയുണ്ട്. അതെ, ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന്റെ തീ വീണ, വിശ്വാസത്തിന്റെ തീ വീണ ചിലരെ അത് പിശാച് തന്ത്രം ഉപയോഗിച്ച്, ഞാൻ ഒരു വെളിപ്പാട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും ആ വിഷയം കയറി വരുന്നത്. വീട്ടിലുള്ള ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ മേലെ ഒരു തീയുടെ അഭിഷേകം വന്നു. എന്നാൽ അതേ ഭവനവുമായി ബന്ധപ്പെട്ട് പാരമ്പര്യമായി നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ചിലത് തല ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അതേ തീ ദൈവം റിപ്പീറ്റ് ആക്കാൻ പോകുക. വിശ്വസിക്കുക, നിങ്ങളിൽ കത്തിയ തീയെ അണച്ചു കളഞ്ഞ അതേ പൈശാചിക തന്ത്രങ്ങളെയും പൈശാചിക മണ്ഡലത്തെയും കത്തിക്കാൻ ഈ ദിവസങ്ങളിൽ ആ അഭിഷേകത്തിന് തീ റിപ്പീറ്റ് ആകാൻ പോകുക. വിശ്വസിച്ച